ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സോ ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഇമാതിരി ലെക്കാണ് എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം കിട്ടിക്കൊണ്ടിരുന്നത്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ ലെക്ക് എന്ന് പറയാൻ വരിയെ പോലും പോയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ലെക്കാണ് കിട്ടുന്നത്. എനിക്കിപ്പം തന്നെ മറ്റേ നറൂട്ടോയുടെ ഡബിൾ റിസിങ്ങാനുള്ള സാധനം ഫ്രീ സ്പിന്നിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇറ്റാച്ചിയുടെ സുസുനും എനിക്ക് മൂന്നാമത്തെ സ്പിന്നിലാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ നറൂട്ടോയുടെ ഈ ഈവൻ്റ് അങ്ങ് സ്പിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തെ കണ്ടപ്പം ഗൈസ് നെറ്റിപ്പോയി. വെച്ചാൽ ഇത്രയും ലെസ് ഡയമണ്ട് എനിക്ക് ഇത്രയും ടോക്കൺ പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് വെച്ചാൽ ഒരു ലെക്കാണ്. അപ്പം എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. 148 ടോക്കണാണ് എനിക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഞാൻ 90 സ്പിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് കിട്ടിയിരിക്കുന്ന ടോക്കൺ എന്ന് വെച്ചാൽ 16 ടോക്കണാണ് ഗൈസ്, 16 ടോക്കൺ. പിന്നെ സെക്കൻഡ് സ്പിൻ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് കിട്ടുന്ന ടോക്കൺ 6 ടോക്കണാണ്, ഡീസൻറ്റ്. ഇനി മൂന്നാം സ്പിന്ന് കിട്ടാൻ പോകുന്ന ടോക്കൺ നമുക്ക് 9 ടോക്കണാണ് കിട്ടുന്നത്. ലാഭകരമായിട്ടുള്ള ടോക്കണാണ് കിട്ടുന്നതിനാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മുടെ 4ാമത്തെ സ്പിന്നാണിത്. 4ാമത്തെ സ്പിന്നിൽ കിട്ടുന്ന 10 ടോക്കണാണ്. ഇനി 5ാമത്തെ സ്പിന്നാണ്. 5ാമത്തെ സ്പിന്നിൽ കിട്ടാൻ പോകുന്നത് 9 ടോക്കണാണ്. ഇനി 6ാമത്തെ സ്പിന്നാണ്. 11 ടോക്കണാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഗൈസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? എനിക്ക് ലെക്കായതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്, അതോ ഇനി 7ാമത്തെ സ്പിന്നാണ്. എനിക്ക് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ടോക്കൺ കിട്ടുമെന്ന് വെച്ചാൽ നമുക്കിവിടെ 16 ടോക്കൺ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. 16 ടോക്കൺ. ഈ നല്ല ലെക്കുള്ള ടൈമാണെന്ന് തോന്നുന്നു എനിക്കിപ്പം. വീണ്ടും നമുക്ക് 10 ടോക്കൺ കിട്ടിയേക്കുവാണ്. ടോട്ടൽ നമുക്ക് 235 ടോക്കൺ ആയിട്ടുണ്ട്. നേരത്തേക്കാണെങ്കിൽ ഞാൻ സ്പിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡയമണ്ട് പോവല്ലാതെ ഒരു ബണ്ടിലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം ലെക്ക് വീണ്ടും നമ്മൾ അടുത്ത സ്പിൻ ചെയ്തപ്പോൾ നമുക്കിവിടെ 8 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് 243 ടോക്കൺ ഇവിടെ ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സ്പിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൃത്യം 250 ടോക്കൺ. ഞാൻ കൃത്യം ഇവിടെ 250 ടോക്കൺ ആക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതിരയുടെ ബണ്ടിൽ എടുക്കണോ അതോ MB40 ഇതെടുക്കണോ? അപ്പം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്നിട്ട് മേ ബി നോക്കാം. അപ്പോൾ ഗൈസ്, ആലോചിച്ചിട്ടൊരു എത്തും പിടി ഒന്നും കിട്ടുന്നില്ല. ഏത് ബണ്ടിൽ എടുക്കണം അങ്ങനെ നോക്കി ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് MB40 ഞാൻ തോന്നുന്നു ബെറ്റർ, അതോ മാതിരയാണോ? എനിക്ക് കൺഫ്യൂഷൻ. മാതിര ഇപ്പം കുറേ ചവറ് പോലെ കുറേ വേറെ കയ്യിലുണ്ട് മാതിരയുടെ ബണ്ടിൽ. അപ്പം ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് MB40 ആണെന്നല്ല. നോക്കി ഈ MB40 ആകുമ്പം ആദ്യത്തെ ലുക്ക് ചേഞ്ചർ ഗണ്ണും കോഡാണ് നമ്മുടെ MB40. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വേറാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കൊളാബ് ചെയ്ത സാധനം ചിലപ്പോൾ റിട്ടേൺ വരാൻ സാധ്യത കുറവാണെന്നാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ മാതിരയുടെ ബണ്ടിൽ നോക്കിയിട്ട് മറ്റേ കില്ലിങ് എഫക്റ്റും പിന്നെ മറ്റേ നോക്ക് എഫക്റ്റും ഒക്കെ ഉള്ളല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു മറ്റേ മെഡിക്കറ്റ് ഉപയോഗിക്കുന്നതൊക്കെ ഇതേ ഉള്ളൂ. അപ്പം മാക്സിമം എനിക്ക് തോന്നുന്നത് MB40 ആണെന്ന് തോന്നുന്നു ബെറ്റർ, ഐ തിങ്ക്. അപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് MB40 അങ്ങ് ബൈ ചെയ്യാം. ആ ലുക്ക് കണ്ടോ ഷെറുങ്ങൻ്റെ. എനിക്ക് ഈ MB40 ആണ് ഇഷ്ടപ്പെട്ടത്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട MB40. ഐ ലൈക്ക് ദാറ്റ്. ഓ ഗ്രാൻഡ് സ്പെഷ്യൽ. ലക്കി ഗൈസ്, ലക്കി. ഐ ആം സോ ലക്കി. അങ്ങനെ നമുക്കിതാ സാധനം കിട്ടിയിട്ടുണ്ട്. സാധനം കിട്ടി. ഇനി നേരെ നമ്മൾ ചെല്ലുക നമ്മുടെ വാൾ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഗണ്ണൊന്ന് ഇക്വിപ്പ് ചെയ്ത് നോക്കാം. എനിക്ക് ഓൾറെഡി മറ്റേ MB40 ഇവോ ഗണ്ണുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് മാതിരിയുടെ ബണ്ട് എടുക്കും, പക്ഷേ ഇങ്ങനെ ചവറ് പോലെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാനത്. എനിക്കൊന്ന് ഇതിനെക്കാട്ടും നല്ല എനിക്കൊന്ന് MB40 ആണെന്ന് തോന്നുന്നു. ലുക്ക് ചേഞ്ചൊരു കാര്യം അടിപൊളിയല്ലേ, കാണാൻ നല്ലൊരു ലുക്കും ഉണ്ട്. ഐ തിങ്ക് ഈസ് ഗുഡ്.
പക്ഷേ എനിക്ക് ഈ സാധനം എടുക്കാൻ വേണ്ടി മറ്റേ ഫൈനൽ ഷോട്ട് MP40 അത് എടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഡയമണ്ട് സെറ്റായില്ല. അപ്പോഴത്തേക്ക് പിന്നെ സ്പിൻ ചെയ്യാൻ വന്ന സമയത്താണെങ്കിൽ സാധനത്തിൻ്റെ ടൈം ഔട്ടായിപ്പോയി. അതേപോലായിരുന്നു വേറൊരു ഇമോട്ട് സംതിങ് ഞാൻ നോക്കിയപ്പോൾ. എനിക്കാണെങ്കിൽ ഈ കളറിലെ MP40 ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് കൊള്ളാം. അതേപോലെ തന്നെ നമ്മൾ പ്രൈമിൽ മറ്റേ 2000 പോയിൻ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം പ്രൈം 5 അപ്പം അതും നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ മീൻസ് ഗീവ് അവേ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ബട്ട് യൂട്യൂബിൽ നിന്ന് എന്നാണോ ഫണ്ടിങ് കിട്ടുന്നത് ഞാൻ അന്ന് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ സീ ഗൈസ്.